നമസ്കാരം, സഹകാർ റേസ് പ്ലസിലേക്ക് ഏവർക്കും സ്വാഗതം. സോ നമ്മൾ നോക്കാൻ പോകുന്നത് ഹോസ്പിറ്റൽ ഫാർമസിയിൽ വരാൻ പോകുന്ന അല്ലെങ്കിൽ പ്രതീക്ഷിക്കാൻ പറ്റുന്ന കുറച്ച് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. സോ ഇറ്റ്സ് എ മാരത്തോൺ. നമ്മുടെ കൂടെ ഓടിയാൽ നമ്മുടെ കൂടെ തന്നെ നിങ്ങൾക്ക് ജയിക്കാൻ പറ്റും. ഉറപ്പായിട്ടും ഇതിന്ന് ക്വസ്റ്റ്യൻസ് വരും. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഞങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതുമാത്രമല്ല, ഈ ക്വസ്റ്റ്യൻസ് പഠിക്കുമ്പോൾ ഉറപ്പാണ് നിങ്ങൾ ഓരോ ടോപ്പിക്കും കവർ ചെയ്തിട്ടുണ്ടായിരിക്കും. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് ഓൾറെഡി ചോദിച്ചിട്ടുള്ള അല്ലെങ്കിൽ എക്സാംസിന് മുന്നേ ചോദിച്ച് കണ്ട ക്വസ്റ്റ്യൻസ് ആണ്. ചോദിക്കാൻ ഇനിയും പ്രതീക്ഷിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ്. അത്രയും ഇമ്പോർട്ടന്റ് ആണ്. ഹൗ ഓഫൺ ഷുഡ് ദ ഫാർമസി ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി മീറ്റ് അറ്റ് എ മിനിമം? എത്ര പ്രാവശ്യം PTC കൂടണം? മിക്കവാറും ആൾക്കാർ എഴുതുക അല്ലെങ്കിൽ മാസത്തിൽ 2 പ്രാവശ്യം കൂടുക, അല്ലെങ്കിൽ വർഷത്തിൽ ഒരിക്കൽ കൂടുക, അല്ലെങ്കിൽ വർഷത്തിൽ 2 പ്രാവശ്യം കൂടുക എന്നാണ്. പക്ഷെ നമ്മൾ പഠിച്ചത് പ്രകാരം എത്രയാണ്? 6 പ്രാവശ്യം അല്ലേ? വർഷത്തിൽ 6 പ്രാവശ്യം കൂടാന്നുള്ളതാണ്. അത് മാത്രമല്ല, ഒരു കാര്യം കൂടെ ആലോചിക്കണം. ഏതെങ്കിലും തരത്തിൽ പ്രോട്ടോകോളോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഡ്രഗ് റിലേറ്റഡ് മാറ്റേഴ്സിലോ അല്ലെങ്കിൽ എന്തെങ്കിലും അപ്ഡേഷൻ ഉണ്ടെങ്കിൽ ഇതല്ലാതെ അവർക്ക് വേണമെങ്കിൽ കൂടാവുന്നതാണ്, അല്ലെങ്കിൽ ഇതിന്റെ കൂടെ അല്ലാതെ തന്നെ കൂടാവുന്നതാണ്. ഓപ്ഷൻ നോക്കാം. വൺസ് എ മന്ത്, വൺസ് എവറി 2 months, 6 times a year, ആനുവലി. ഉത്തരം എന്താണ്? 6 times a year ആണ്. ഇതിന്റെ കൂടെ അഡീഷണൽ ആയിട്ട് കൂടുതൽ അവർക്ക് വേണമെങ്കിലും എന്ത് ചെയ്യാം? അവർക്ക് കാണാവുന്നതാണ്. അടുത്ത ക്വസ്റ്റ്യൻ. Who is responsible for setting the agenda and material for the PTC meeting? So Pharmacy and Therapeutic Committeeയുടെ അജണ്ട ആരാണ് പ്രിപ്പയർ ചെയ്യേണ്ടത് നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ ആരെ എഴുതും? ചിലപ്പോൾ നേഴ്സ് ഉണ്ടാവും, ഫിസിഷ്യൻ ഉണ്ടാവും, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ഉണ്ടാകും, ആൻഡ് ഫാർമസിസ്റ്റ് ഉണ്ടാകും. മിക്കവാറും ആൾക്കാർ എന്ത് ചെയ്യുക? ഇതിനെപ്പറ്റി അറിയാത്ത ആൾക്കാർ ആദ്യം വിചാരിക്കും ഹോസ്പിറ്റലിൽ നടത്തുന്ന PTC അല്ലേ, അപ്പൊ അതുകൊണ്ട് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ നടത്തിയ കൊള്ളായിരിക്കില്ലേ എന്ന് ചിന്തിക്കും. എന്നാൽ അത് ഉത്തരം തെറ്റാണ്. ഉത്തരം ആരാണ്? ഫാർമസിസ്റ്റ് ആണ്. ഫാർമസിസ്റ്റ് ആക്ടിങ് ആസ് എ സെക്രട്ടറി. ഫാർമസിസ്റ്റ് ആയിരിക്കും എന്ത്? സെക്രട്ടറി. അവിടെ ഫാർമസിസ്റ്റ് ആയിരിക്കും ഇത് ചെയ്യുക. കാര്യം PTCയിൽ എന്തൊക്കെ കാര്യങ്ങൾ വേണം, എന്തൊക്കെയായിരിക്കണം അജണ്ട ഉണ്ടാവേണ്ടത്, അല്ലെങ്കിൽ എന്തൊക്കെ ടോപ്പിക്കുകൾ നമ്മൾ ഡിസ്കസ് ചെയ്യണമെന്ന് തീരുമാനിക്കേണ്ടത് ഫാർമസിസ്റ്റ് ആയിരിക്കണം. ഇനി വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഫംഗ്ഷൻ ഓഫ് ദ PTC? PTCയുടെ ഫംഗ്ഷൻ അല്ലാത്തത് ഏത് എന്നാണ് ചോദ്യം വന്നിരിക്കുന്നത്. ശ്രദ്ധിക്കുക. ഫോർമുലേഷൻ ഓഫ് എ ഹോസ്പിറ്റൽ ഡ്രഗ് ഫോർമുലറി, അതായത് HF ഉണ്ടാക്കാൻ, ഹോസ്പിറ്റൽ ഫോർമുലറി ഉണ്ടാക്കാനായിട്ട് PTCക്ക് എന്തുണ്ട്? അധികാരമുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. റിവ്യൂയിങ് അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻ, ADR റിവ്യൂ ചെയ്യാനായിട്ട് എന്ത് ചെയ്യാം? PTCക്ക് കഴിവുണ്ടെന്ന് പറയുന്നുണ്ട്. പെർഫോമിംഗ് സർജറീസ് ചെയ്യാനായിട്ട് കഴിവുണ്ടെന്ന് പറയുന്നുണ്ട്. ഡെവലപ്പിംഗ് ട്രെയിനിങ് പ്രോഗ്രാം ഫോർ സ്റ്റാഫ്, സോ ട്രെയിനിങ് പ്രോഗ്രാമുകൾ നമുക്ക് കൊടുക്കാൻ പറ്റും എന്ന് പറയുന്നുണ്ട്. സോ നമുക്ക് ഡയറക്റ്റ്ലി ഉത്തരം പറയാം. എന്താണ് പെർഫോമിംഗ് സർജറി? ഒരു കാരണവശാലും PTC എന്ത് ചെയ്യില്ല? ക്ലിനിക്കൽ പ്രൊസീജിയേഴ്സുകളായിട്ടുള്ള സർജറി ഒന്നും ഫോക്കസ് ചെയ്യില്ല. അല്ലെങ്കിൽ എങ്ങനെയാണ് സർജറി ചെയ്യേണ്ടത്, അല്ലെങ്കിൽ സർജറി പ്രോട്ടോകോൾസ് എന്തൊക്കെയാണ്, അങ്ങനെയുള്ള ഒരു കാര്യവും ചെയ്യില്ല. ബേസിക്കലി ഡ്രഗിന്റെ ഫോർമുലേഷൻ, അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻ, സ്റ്റാഫിന്റെ ട്രെയിനിങ്, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ലേണിങ്ങുകളൊക്കെ ആയിരിക്കും എപ്പോഴും PTC ഫോക്കസ് ചെയ്യുക. അല്ലാതെ എന്ത് ചെയ്യില്ല? ഒരു കാരണവശാലും സർജറി, പ്രോട്ടോകോൾ, ക്ലിനിക്കൽ പ്രൊസീജിയേഴ്സ് ഒന്നും എന്ത് ചെയ്യില്ല? PTCയിൽ പറയാറില്ല എന്നുള്ളതാണ്. So what is the main role of the PTC in drug safety? ഡ്രഗ് സേഫ്റ്റിയിൽ PTCയുടെ റോൾ എന്താണ് എന്നാണ് ചോദ്യം. സോ ഡ്രഗ് സേഫ്റ്റി എല്ലാവർക്കും അറിയാം അല്ലേ? സോ എന്തൊക്കെയാണെന്ന് ഓപ്ഷൻ നോക്കിയില്ല. ടു പെർഫോം സർജറി ചെയ്യാൻ വേണ്ടിയിട്ട് മെയിൻ റോൾ PTC ചെയ്യുന്നുണ്ട് എന്നാ പറയുന്നത്. ആണോ? അല്ല. To ensure the safety of the drug used for dispensing to administration, ഒരു മരുന്ന് അഡ്മിനിസ്റ്റർ ചെയ്യുന്ന സമയത്ത് അത് എങ്ങനെ സേഫർ ആയിട്ട് പേഷ്യന്റിന് കൊടുക്കാം എന്നുള്ള കാര്യങ്ങളാണ് ഡീല് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ശരിയാണ്, ഇത് ശരി തന്നെയാണ്. ടു മാനേജ് ഹോസ്പിറ്റൽ ഫിനാൻസ്, ഹോസ്പിറ്റലിൽ എത്രത്തോളം പൈസ ചെലവാകുന്നുണ്ട്, എത്രത്തോളം ഉപയോഗിക്കാം എന്നുള്ള കാര്യങ്ങൾ PTCക്ക് പറയാമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഹോസ്പിറ്റലിന്റെ ഫിനാൻസ് ചെക്ക് ചെയ്യാനാണെങ്കിൽ പിന്നെ അവിടെ PTC ആവശ്യം എന്താ? അക്കൗണ്ടന്റ് ആവശ്യം എന്താ അല്ലേ? ടു കണ്ടക്ട് പേഷ്യന്റ് കൗൺസിലിംഗ് നമ്മുടെ ഒരു ഭാഗം തന്നെയാണ് അല്ലേ? അതായത് നമുക്കൊരു ഫാർമസിയെ സംബന്ധിച്ച് അതിന്റെ ഭാഗം തന്നെയാണ്. പക്ഷേ ഇവിടുത്തെ ചോദ്യം
PTCന്റെ കൂടെ ഡ്രഗ് സേഫ്റ്റിക്ക് എന്തെങ്കിലും റോൾ ഉണ്ടോ എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ ഉത്തരം എന്താണ്? ടു എൻഷുർ ദ സേഫ്റ്റി ഓഫ് ഡ്രഗ് യൂസ് ഫ്രം ദ ഡിസ്പെൻസിങ് ടു അഡ്മിനിസ്ട്രേഷൻ. ഒരു പേഷ്യന്റിന് മരുന്ന് കൊടുത്ത് അവരത് മരുന്ന് കഴിച്ചതിന് ശേഷം വരെയുള്ള കാര്യങ്ങൾ PTCയുടെ ഡ്രഗ് സേഫ്റ്റി പ്രോട്ടോകോളിൽ പറയപ്പെടുന്നതാണ്. എങ്ങനെയാണ് ഡിസ്പെൻസ് ചെയ്യേണ്ടത്, ഡിസ്പെൻസ് ചെയ്യുമ്പം എന്തോ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, പേഷ്യന്റെ ഹെൽത്ത് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം, മാക്സിമം എഫിക്കസി എങ്ങനെയായിരിക്കണം ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ PTCയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് എന്നുള്ളതാണ്. ഹൂ ടിപ്പിക്കലി റിപ്പോർട്ട് അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻ വിത്തിൻ ദ ഹോസ്പിറ്റൽ? ഹോസ്പിറ്റലിൽ ആരാണ് അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻ റിപ്പോർട്ട് ചെയ്യുന്നത്? നോക്കാം. ഹോസ്പിറ്റൽ അഡ്മിനിസ്റ്റർ ചെയ്യോ, അല്ലെങ്കിൽ ഹോസ്പിറ്റലിന്റെ കാര്യങ്ങൾ നോക്കുവോ, അതോ എന്ത് ചെയ്യും, ADR റിപ്പോർട്ട് ചെയ്ത് നിൽക്കോ? ഇല്ല അല്ലേ. അവരൊക്കെ എന്ത് ചെയ്യുന്നു, കൂടുതലും ഹോസ്പിറ്റൽ എങ്ങനെ അഡ്മിനിസ്റ്റർ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ നോക്കുക. 2 ചെയർമാൻ ഓഫ് ദ PTCയുടെ ചെയർമാൻ. 2 അറ്റൻഡിങ് ഫിസീഷ്യൻ ആൻഡ് ഫാർമസിസ്റ്റ് ഓൺ ഡ്യൂട്ടി. മിക്കവാറും ആൾക്കാർ എന്താ ചെയ്യുക, ഫാർമസിസ്റ്റ് ഓൺ ഡ്യൂട്ടി ആയിരിക്കും ക്ലിക്ക് ചെയ്യുക. കാര്യം എന്താണ്, PTC അല്ലേ, ഡ്രഗുമായിട്ടുള്ള ബന്ധപ്പെട്ടതല്ലേ, അപ്പൊ ഫാർമസിസ്റ്റ് ആയിക്കോട്ടെ എന്ന് വിചാരിക്കും. അങ്ങനെയല്ല. ചെയർമാൻ ഓഫ് ദ PTCയുടെ ചെയർമാൻ ആണ് എന്ത് ചെയ്യുക, ADR റിപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുക. റിപ്പോർട്ടിംഗ് ഇൻ ദ സെൻസ് നമ്മുടെ ഗവേണിംഗ് ബോഡി. ഇപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം ADR റിപ്പോർട്ടിംഗ് എന്ന് പറയുന്നത് നമുക്ക് ഒരു ഓർഗനൈസേഷൻ ഉണ്ടല്ലേ, അല്ലെങ്കിൽ ഒരു ബോഡി ഉണ്ട്. ഈ ബോഡിയിലേക്ക് റിപ്പോർട്ട് ചെയ്യുന്ന കാര്യമാണ് നമ്മളിവിടെ പറയുന്നത്. സോ ഫാർമസിസ്റ്റിന് കിട്ടുന്ന ADRസുകൾ ചെയർമാൻ റിപ്പോർട്ട് ചെയ്യുക. ചെയർമാൻ എന്ത് ചെയ്യുന്നു, ഫർദർലി അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻസ് ഒക്കെ റിപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യുക. സോ അവരായിരിക്കും ഈ പ്രോസസ്സ് ചെയ്യുന്നതായാലും ലോക്കൽ ബോഡീസിനെ അറിയിക്കുന്നതായാലും അല്ലെങ്കിൽ ഹയർ ബോഡീസിനെ അറിയിക്കുന്നതായാലും എല്ലാം ചെയ്യുന്നത് ചെയർമാൻ തന്നെയാണ്. സോ ബാക്കിയുള്ള എല്ലാ ആൾക്കാരിലും ADR കണ്ടാൽ പോലും ദേ ഹാവ് ടു ഡിറക്ട് ടു ആര്, ചെയർമാൻ ഓഫ് ദ PTCനെ ബന്ധപ്പെടാനായിട്ട് പറയുക എന്നുള്ളതാണ്. What is included in the PTC's responsibility regarding emergency drug list? So emergency drug listൽ PTCയുടെ റെസ്പോൺസിബിലിറ്റി എങ്ങനെയാണ് എന്നാണ്. പ്രിപ്പറേഷൻ ഓഫ് എമർജൻസി ഡ്രഗ് ബോക്സ്. സോ എമർജൻസി ഡ്രഗ് ബോക്സ് ഉണ്ടാക്കാനുള്ള റെസ്പോൺസിബിലിറ്റി PTCക്ക് ഉണ്ട് എന്ന് പറയുന്നുണ്ട്. ഷെഡ്യൂളിംഗ് പേഷ്യന്റ് അപ്പോയിന്റ്മെന്റ് ആക്കാൻ എന്താ PTCക്ക് വല്ല ആവശ്യമുണ്ടോ? ഇല്ല അല്ലെ. ഫിനാൻസ് പ്ലാനിങ്ങിനും ആവശ്യമില്ല. ക്ലിനിക്കൽ ട്രയൽ കണ്ടക്ട് ചെയ്യുന്ന ആവശ്യമില്ല. അപ്പൊ എന്താണ്, അപ്പൊ എമർജൻസി ഡ്രഗ് ബോക്സുകൾ ഉണ്ടാക്കാനായിട്ട് PTCക്ക് എന്തുണ്ട്, റെസ്പോൺസിബിൾ ആണ്, അല്ലെങ്കിൽ PTC ആണ് എന്തായിരിക്കേണ്ടത്, റെസ്പോൺസിബിൾ ആയിരിക്കേണ്ടത് എന്നുള്ളതാണ്. അത് മറന്നു പോകരുത്. സോ അത് റെഗുലർലി ചെക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതിനകത്ത് ആവശ്യമുള്ള എമർജൻസി സാധനങ്ങൾ ഇരിപ്പുണ്ടോ നോക്കണം, സപ്ലൈസ് പ്രോപ്പർ ആണോ എന്ന് നോക്കണം. ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങൾക്കും PTC റെസ്പോൺസിബിൾ ആണ് എന്നുള്ളതാണ്. Which professional is a mandatory member of the PTC? PTCയിൽ മാൻഡേറ്റ് ആയിട്ട് വേണ്ട ആരാണ് എന്നാണ്. സോ നമുക്ക് ഓൾറെഡി അറിയാം ആരൊക്കെ വേണം ആരൊക്കെ വേണ്ട എന്നറിയാം. പക്ഷെ ഓപ്ഷനകത്ത് പറയുന്ന ആൾക്കാരിൽ ആരൊക്കെ വേണ്ട എന്നാണ്. ഹോസ്പിറ്റൽ ജെനിറ്റർ, നേഴ്സ് റെപ്രസെന്റേറ്റീവ്, സെക്യൂരിറ്റി ഓഫീസർ, ലീഗൽ അഡ്വൈസർ. ആരാണ്? നേഴ്സ് റെപ്രസെന്റേറ്റീവ് ആണ്. സോ ഓൾറെഡി നമുക്കറിയാം നമ്മുടെ PTCയുടെ കമ്പോഷൻ ആണ്. ഫാർമസിസ്റ്റ് വേണം, ഫിസീഷ്യൻ വേണം, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഒരു ഭാഗം വേണം അല്ലെ. അപ്പൊ അതേപോലെ തന്നെ നമ്മൾ പഠിച്ചതനുസരിച്ച് ഡ്രഗ് റിലേറ്റഡ് ഡിസിഷൻസ് എടുക്കാനും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഒരു ഒപ്പീനിയൻ കൊടുക്കാൻ വേണ്ടി നേഴ്സ് റെപ്രസെന്റേറ്റീവ് വളരെ അത്യാവശ്യമാണ് എന്നുള്ളതാണ്. മറന്നു പോകരുത്. So what action is taken for slow moving medication as per PTC guideline? PTCയുടെ ഗൈഡ്ലൈൻ പ്രകാരം സ്ലോ മൂവിംഗ് മെഡിസിൻസിന് എന്ത് ആക്ഷൻ ആണ് എടുക്കേണ്ടതെന്നാണ്. ഇൻക്രീസ് ദെയർ യൂസ്, അവരുടെ ഉപയോഗം കൂട്ടുക. റിവ്യൂ ആൻഡ് പോസിബിളി ഡിലീറ്റ് ഫ്രം ദ ഫോർമുലറിയിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുക, റിവ്യൂ ചെയ്ത് നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ പോസിബിലിറ്റി ഉണ്ടെങ്കിൽ ഡിലീറ്റ് ചെയ്ത് മാറ്റുക. ആൻഡ് പ്രൊമോട്ട് ദിയർ ബെനിഫിറ്റുകൾ പ്രൊമോട്ട് ചെയ്യുക. ആൻഡ് ഇഗ്നോർ ദം, അവരെ ഒഴിവാക്കുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ഹോസ്പിറ്റൽ ഫോർമുലറിയിൽ ഈ ഡ്രഗ് ഉണ്ട്, ഇറ്റ്സ് വെരി സ്ലോ മൂവിങ്, ഇറ്റ്സ് നൺ ബൈ, ആരും ഉപയോഗിക്കുന്നില്ല, നോട്ട് ബൈ യൂസിങ് എനി വൺ എന്നൊരു കാറ്റഗറിയിലേക്ക് വരികയാണ് എന്നുണ്ടെങ്കിൽ റിവ്യൂ ചെയ്യുക. ഡിലീറ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ടെങ്കിൽ ജസ്റ്റ് ഡിലീറ്റ് ഫ്രം ദി ഫോർമുലറി എന്നുള്ളതാണ് കേട്ടോ. സോ നെക്സ്റ്റ് വൺ ഈസ് വൈ ആർ നോൺ ഫാർമസിസ്റ്റ് പ്രൊഹിബിറ്റ് ഫ്രം ദ ഡിസ്പെൻസിങ് ഡ്രഗ് ഇൻ ഹോസ്പിറ്റൽ? ഹോസ്പിറ്റലിലെ നോൺ ഫാർമസിസ്റ്റുകളെ എന്തുകൊണ്ടാണ് നമ്മൾ ഒഴിവാക്കുന്നത് എന്നുള്ളതാണ്. ടു സേവ് കോസ്റ്റ്,
to ensure drug dispensing in supervised by the qualified professionals to reduce workload pharmacists to limit the drug availability. So നമ്മൾ ബേസിക്കലി എല്ലാവർക്കും അറിയാം നോൺ ഫാർമസിസ്റ്റുകളെ മരുന്ന് ഡിസ്പെൻസ് ചെയ്യാൻ വേണ്ടി നമ്മൾ അനുവദിക്കാറില്ല. സോ അവിടെ എന്താ നമ്മൾ ചെയ്യുക? ടു എൻഷുവർ ഡ്രഗ് ഡിസ്പെൻസിങ് ഈസ് സൂപ്പർവൈസ്ഡ് ബൈ ക്വാളിഫൈഡ് പ്രൊഫഷണൽസ്. നമ്മൾ ഡ്രഗ് ഡിസ്പെൻസ് ചെയ്യുന്നത് ഒരു ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരാളായിരിക്കണം, അല്ലെങ്കിൽ ആ ഒരു സ്റ്റാൻഡേർഡ്സ് കീപ്പ് ചെയ്യാൻ വേണ്ടി, ഹൈ സ്റ്റാൻഡേർഡ്സ് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ക്വാളിഫൈഡ് പേഴ്സൻ്റെ ആവശ്യം നമുക്ക് ആവശ്യമാണ് എന്നുള്ളതാണ്. So what is the purpose of the PTC? Periodically reviewing the drug formulary. So നമ്മൾ പീരിയോഡിക് ആയിട്ട് ഡ്രഗ് ഫോർമുലറി റിവ്യൂ ചെയ്യേണ്ട ആവശ്യം എന്താണ് എന്നുള്ളതാണ് അടുത്ത ചോദ്യം. എന്തിനായിരിക്കും? വെറുതെ ഒരു ബുക്ക് എടുക്കുക, വെറുതെ നമ്മൾ റിവ്യൂ ചെയ്യുകയാണോ? അല്ല, അല്ലേ? സോ ടു മീറ്റ് ലീഗൽ റിക്വയർമെന്റ് മീറ്റ് ചെയ്യാൻ. അതെന്താ ലീഗൽ റിക്വയർമെന്റ്? അപ്പൊ ആർക്കാനും വേണ്ടി ചെയ്യുന്നത് പോലെ അല്ലേ? ടു അപ്ഡേറ്റ് ആൻഡ് എൻഷുർ ദ റിലവന്റ് ആൻഡ് എഫക്റ്റീവ്നെസ് ഓഫ് ദ ഡ്രഗ് ലിസ്റ്റ്. സോ നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഡ്രഗ് ലിസ്റ്റുകൾ റിലവന്റ് ആണോ, എഫക്റ്റീവ് ആണോ എന്ന് തിരിച്ചറിയുക. ആൻഡ് ടു ജനറേറ്റ് ഹോസ്പിറ്റൽ റവന്യൂ, ഹോസ്പിറ്റലിന്റെ പണം കൂട്ടാം എന്നൊരു ചിന്തയാണെങ്കിൽ അതാണോ, അതോ ടു ക്രിയേറ്റ് എ ബാക്ക്ലോഗ് ഓഫ് ഡ്രഗ് ക്രിയേറ്റ് ചെയ്യണം. അപ്പൊ എന്താ നമുക്ക് ബേസിക്കലി അപ്ഡേറ്റ് ചെയ്ത് ഇതൊക്കെ റിലവന്റ് ആണോ, എഫക്റ്റീവ് ആണോ എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുകയാണ് അല്ലേ? അപ്പൊ റെഗുലർ ആയിട്ട് നമ്മൾ കറണ്ട് മെഡിക്കേഷൻസും കാര്യങ്ങളും നമ്മുടെ മെഡിക്കൽ സ്റ്റാൻഡേർഡ്സും പ്രാക്ടീസും എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ അതിനെ നമുക്ക് റിഫ്ലക്ട് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടും പീരിയോഡിക് ആയിട്ടുള്ള അപ്ഡേഷൻസ് വളരെ അത്യാവശ്യമാണ് എന്നുള്ളതാണ് കേട്ടോ. സോ PTC പീരിയോഡിക്കലി റിവൈസ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. So what is one of the primary use of computer in drug information management? അപ്പോൾ നമ്മൾ ഓൾറെഡി PTC പഠിച്ചു, ഹോസ്പിറ്റൽ ഫോർമുലയുടെ ക്വസ്റ്റ്യൻ പഠിച്ചു. ഇനി നമ്മൾ പഠിക്കാൻ പോണേ കമ്പ്യൂട്ടറിന്റെ യൂസേജ് ആണ് കേട്ടോ. സോ വാട്ട് ഈസ് വൺ ഓഫ് ദ പ്രൈമറി യൂസ് ഓഫ് കമ്പ്യൂട്ടർ ഇൻ ഡ്രഗ് ഇൻഫോർമേഷൻ ആൻഡ് മാനേജ്മെന്റ്? സോ ഡ്രഗ് ഇൻഫോർമേഷനും മാനേജ്മെന്റിലും കമ്പ്യൂട്ടറിന്റെ പ്രൈമറി യൂസ് എന്നാണ്. ഒന്ന് പെർഫോമിംഗ് സർജറി. സോ നമുക്ക് ഓൾറെഡി അറിയാം റോബോട്ടിക് സർജറീസ് ഒക്കെ ചെയ്യുന്ന ഒരു കമ്പ്യൂട്ടർ അസിസ്റ്റഡ് ആണ്, അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അസിസ്റ്റഡ് ആണ്. സോ അവിടെ കമ്പ്യൂട്ടർ ആവശ്യമാണ്. പക്ഷെ നമുക്ക് ഇവിടെ ആവശ്യമുണ്ടോ? ഇല്ല, ഡ്രഗ് ഇൻഫോർമേഷൻ ആണ് അല്ലേ? സോ നെക്സ്റ്റ് സിസ്റ്റമാറ്റിക് സ്റ്റോറേജ് ആൻഡ് റിട്രൈവൽ ഓഫ് ഡ്രഗ് റിലേറ്റഡ് ഇൻഫോർമേഷൻ. ഇതാണ് കറക്റ്റ് ഉത്തരം. നമുക്ക് സിസ്റ്റമാറ്റിക് ആയിട്ട് സ്റ്റോർ ചെയ്ത് ആവശ്യമുള്ളപ്പോഴൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ഇത് റിട്രൈവൽ ചെയ്യാൻ പറ്റണം, തിരിച്ചെടുക്കാൻ പറ്റണം എന്നുള്ളതാണ്. ഫിസിക്കൽ ഇൻവെന്ററി ഓഫ് ഡ്രഗ്. സോ ഫിസിക്കൽ ഇൻവെന്ററി ചെയ്യാൻ കമ്പ്യൂട്ടർ ഉപയോഗിക്കാം, പക്ഷേ ഡ്രഗ് ഇൻഫോർമേഷൻ മാനേജ്മെന്റ് ആണ്, അപ്പൊ അവിടെ ആവശ്യമില്ല. ആൻഡ് പേഴ്സണൽ പേഷ്യന്റ് കൺസൾട്ടേഷൻ. സോ നമുക്ക് ഓരോ പേഷ്യന്റിനെയും കൺസൾട്ട് ചെയ്യുന്ന ആവശ്യമുണ്ടോ? ഈ ആവശ്യമുണ്ട്, കമ്പ്യൂട്ടർ ആവശ്യമുണ്ട്. പക്ഷെ ഒരു ഡ്രഗ് ഇൻഫോർമേഷൻ മാനേജ്മെന്റിൽ എന്തിനാണ് നമുക്ക് കമ്പ്യൂട്ടറിന്റെ ആവശ്യം അല്ലേ? സോ അതുകൊണ്ട് അത് അവിടെ വേണ്ട എന്നുള്ളതാണ്. സോ ബേസിക്കലി നമുക്ക് ഡ്രഗ് റിലേറ്റഡ് ഇൻഫോർമേഷൻസുകളും അല്ലെങ്കിൽ ഒരു ഫാർമസിസ്റ്റിന് ക്വിക്ക് ആയിട്ട് ഒരു ഡ്രഗിന്റെ പ്രോപ്പർട്ടീസ് ആയാലും ഗൈഡ് ലൈൻസ് ആയാലും അതിന്റെ ഇൻഫോർമേഷൻസ് പെട്ടെന്ന് അവർക്ക് റിട്രൈവ് ചെയ്യാനും സ്റ്റോർ ചെയ്യാനും ഒരു കമ്പ്യൂട്ടർ വളരെ അത്യാവശ്യമാണ് എന്നുള്ളതാണ് കേട്ടോ. സോ ഹൗ ഡു കമ്പ്യൂട്ടർ എയ്ഡ് ഇൻ ദ ഡ്രഗ് യൂട്ടിലൈസേഷൻ റിവ്യൂ പ്രോസസ്? സോ നമ്മൾ കമ്പ്യൂട്ടർ എങ്ങനെയാണ് ഡ്രഗ് യൂട്ടിലൈസേഷൻ റിവ്യൂ പ്രോസസ്സിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. സോ ബൈ മാനുഫാക്ചറിങ് മെഡിക്കേഷൻസ് മാനുഫാക്ചർ ചെയ്യുന്നതൂടെ, ബൈ ക്രിയേറ്റിംഗ് ക്രോണോളജിക്കൽ ഡ്രഗ് പ്രൊഫൈൽ ഫോർ പേഷ്യൻസിന്റെ ക്രോണോളജിക്കൽ ഡ്രഗ് പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുന്നതൂടെ, ബൈ കണ്ടക്ടിങ് ഫിസിക്കൽ എക്സാംസ്, ബൈ മാർക്കറ്റിംഗ് ഫാർമസ്യൂട്ടിക്കൽ പ്രൊഡക്റ്റ്. സോ എങ്ങനെയാണ് കമ്പ്യൂട്ടർ ഡ്രഗ് യൂട്ടിലൈസേഷൻ റിവ്യൂ പ്രോസസ്സിനെ നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നു എന്നാണ് ചോദ്യം. ഉത്തരം ബൈ ക്രിയേറ്റിംഗ് എ ക്രോണോളജിക്കൽ ഡ്രഗ് പ്രൊഫൈൽ. അതായത് അവരെപ്പോഴാണ് കഴിക്കുന്നത്, അവരുടെ കറക്റ്റ് ഒപ്റ്റിമൽ ആയിട്ട് ഡ്രഗ് കിട്ടുന്നുണ്ടോ, അല്ലെങ്കിൽ അവരെന്തെങ്കിലും രീതിയിൽ മിസ്യൂസ് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ അവർ പ്രോപ്പർ ആയിട്ട് മിക്കവാറും ഡ്രഗ് യൂട്ടിലൈസേഷൻ റിവ്യൂ ഒക്കെ വരേണ്ടത് കൂടുതലും സൈക്കാട്രിക് പേഷ്യൻസിനൊക്കെ കൂടുതൽ നമ്മൾ എംഫസൈസ് ചെയ്യുക. കാര്യം അവർ കഴിക്കുന്ന മരുന്ന് കറക്റ്റ് ആണോ, പ്രോപ്പർ ആണോ, സമയത്തിന് കഴിക്കുന്നുണ്ടോ, മിസ്യൂസ് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ നമുക്ക് അറിയേണ്ട ആവശ്യമുണ്ടല്ലേ. അപ്പൊ അതുകൊണ്ട് നമ്മൾ ക്രോണോളജിക്ക് നമ്മൾ റെക്കോർഡ് ചെയ്യും. വി വിൽ കീപ്പ് ഇൻ ഡേറ്റ കീപ്പ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ നോക്കും അവർ കറക്റ്റ് ആണോ കഴിക്കുന്നത്, എന്തെങ്കിലും കാണിക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കി പോവുകയാണ് ചെയ്യുന്നത്. So in what way do computer assist medical കെമിസ്റ്റ് ഡ്യൂറിങ് ഡ്രഗ് ഡെവലപ്മെന്റ്? സോ ഒരു ഡ്രഗ് ഡെവലപ്മെന്റ് സമയത്ത് കമ്പ്യൂട്ടർ എങ്ങനെയാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്? ഒന്ന് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ചെയ്യാൻ വേണ്ടി ബൈ ഡിസൈനിങ് മോളിക്കുലാർ വിത്ത് ഡിസൈഡ് ഫാർമക്കോളജിക്കൽ പ്രോപ്പർട്ടി ത്രൂ മോളിക്കുലാർ മോഡലിംഗിലൂടെ നമുക്ക് പല ഡ്രഗ്സിന്റെയും ഡിസൈനിങ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നു. ബൈ കണ്ടക്ടിങ് പേഷ്യന്റ് ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യുന്നതൂടെ, ബൈ ഓർഗനൈസിങ് കമ്മ്യൂണിറ്റി ഹെൽത്ത് ഫെയർസ്. സോ ഒരുപാട് കമ്മ്യൂണിറ്റി ഹെൽത്ത് ഫെയർസ് ചെയ്യുന്നതൂടെ. അപ്പൊ
ഉത്തരം നമുക്കറിയാം ഓൾറെഡി. എന്താണ്, നമുക്ക് നമ്മുടെ പലതരത്തിലുള്ള ഫാർമക്കോളജിക്കൽ പ്രോപ്പർട്ടീസ് വെച്ചുകൊണ്ട് മോളിക്യൂൾസിനെ ഡിസൈൻ ചെയ്യാൻ പറ്റണം അല്ലേ. സോ നമുക്ക് വെറുതെ ആകാശത്ത് ഇന്ന മോളിക്യൂൾ ഇവിടെ ഒരു പിപ്രാസിൻ സൈഡ് ചെയിൻ എന്നൊക്കെ പറഞ്ഞാൽ പറഞ്ഞിട്ട് കാര്യമില്ല. സോ നമ്മൾ ഇവിടെ എന്താ ചെയ്യുക, ഇവിടെ നമ്മൾ ബേസിക്കലി മോളിക്യൂൾസും ഒക്കെ നമുക്ക് ആവശ്യമുള്ള രീതിയിൽ നമ്മുടെ ആവശ്യമുള്ള പ്രോപ്പർട്ടീസിൽ നമ്മൾ ഇന്ന് മോളിക്കുലർ മോഡലിംഗ് ഡോക്കിംഗ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക് കമ്പ്യൂട്ടർ അസിസ്റ്റോടെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഡ്രഗ്സുകൾ ഡെവലപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ ഫോർമുലേറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് റോൾ ഡു കമ്പ്യൂട്ടർ പ്ലേ ഇൻ ക്വാളിറ്റി കൺട്രോൾ വിത്തിൻ ദ ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രി? സോ ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രിയിൽ എങ്ങനെയാണ് കമ്പ്യൂട്ടർ ഒരു റോൾ പ്ലേ ചെയ്യുന്നതാണ് ചോദ്യം. റൈറ്റ്, ലീഗൽ കോൺട്രാക്ട്, calibrating pharmaceutical instrumentation and automating manufacturing process, conducting patient education seminar, marketing new drug. അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി ഓപ്ഷൻ വായിച്ചപ്പോഴേ മനസ്സിലായിട്ടുണ്ടാവും എന്താണെന്നുള്ളത്. എന്താണ്, കാലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി അല്ലേ, ഫാർമസ്യൂട്ടിക്കൽ ഇൻസ്ട്രുമെന്റ്സിനെ ഒക്കെ കാലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ഓട്ടോമേറ്റിംഗ് മാനുഫാക്ചറിങ് പ്രോസസ്സ് അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ഒരുപാട് തരത്തിൽ എന്ത് ചെയ്യാറുണ്ട്, കമ്പ്യൂട്ടർ ഹെൽപ്പ് ചെയ്യാറുണ്ട് അല്ലെ. സോ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും, നമുക്ക് കാലിബ്രേഷൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ മാനുഫാക്ചറിങ്ങിലൊക്കെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരുപാട് തരത്തിൽ ഹെൽപ്പ് ചെയ്യാറുണ്ട്. സോ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വെച്ചൊക്കെ നമ്മൾ ഒരുപാട് രീതിയിൽ നമ്മളിപ്പോൾ ചെയ്യാറുണ്ട്. സോ അതുകൊണ്ട് അതുമായി ബന്ധപ്പെടുത്തിയാണ് ഈ ചോദ്യം വരുന്നത്. സോ വാട്ട് ഈസ് വൺ ഓഫ് ദ പ്രൈമറി അഡ്വാൻറ്റേജ് ഓഫ് ഹോസ്പിറ്റൽ ഫോർമുലറി? ഹോസ്പിറ്റൽ ഫോർമുലയുടെ പ്രൈമറി അഡ്വാൻറ്റേജ് എന്താണ്? ഇറ്റ് ലിമിറ്റ് ദ നമ്പർ ഓഫ് ഡ്രഗ് അവൈലബിൾ ടു ഫിസിഷ്യൻ അവൈലബിൾ ആകുന്ന നമ്പേഴ്സ് അല്ലെങ്കിൽ ഡ്രഗ്സിന്റെ നമ്പേഴ്സ് ലിമിറ്റ് ചെയ്യുന്നു. ഇറ്റ് ഇൻക്രീസ് ദ കോംപ്ലക്സിറ്റി ഓഫ് പ്രിസ്ക്രൈബിംഗ് മെഡിക്കേഷൻ. സോ നമ്മൾ പ്രിസ്ക്രൈബിംഗ് മെഡിക്കേഷന്റെ കോംപ്ലക്സിറ്റി കൂട്ടുന്നു. ഇറ്റ് അഡ്രസ് ദ ഇൻക്രീസിംഗ് കോംപ്ലക്സിറ്റി ഓഫ് അഡ്വേഴ്സ് എഫക്ട് അസോസിയേറ്റ് വിത്ത് മോഡേൺ ഡ്രഗുമായിട്ട് നോക്കുമ്പോൾ അത് അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷന്റെ കോംപ്ലക്സിറ്റിനെ അഡ്രസ് ചെയ്യുന്നു, കൂടുതലായി അഡ്രസ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇറ്റ് അലോ ഫാർമസ്യൂട്ടിക്കൽ കമ്പനീസ് ടു കൺട്രോൾ ഡ്രഗ് സെലക്ഷൻ. സോ ഫാർമസ്യൂട്ടിക്കൽ കമ്പനീസിനെ ഡ്രഗ് സെലക്ഷൻ വേണ്ടിയിട്ട് അലോ ചെയ്യുന്നു എന്നുള്ളതാണ്. സോ ഉത്തരം വേറൊന്നുമല്ല, അതായത് നമ്മൾ ഡ്രഗിൽ ഉണ്ടാവുന്ന അഡ്വേഴ്സ് എഫക്റ്റ് കാരണം ഉണ്ടാവുന്ന കോംപ്ലക്സിറ്റിനെയൊക്കെ അഡ്രസ് ചെയ്യാൻ പറ്റും അല്ലേ. അപ്പോൾ ഹോസ്പിറ്റൽ ഫോമിൽ എല്ലാ ഡീറ്റെയിൽസും ഉണ്ടാവും, ഇവരുടെ പ്രീവിയസ് അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻ അല്ലെങ്കിൽ ഓൾറെഡി മറ്റുള്ള റിപ്പോർട്ട് ചെയ്ത് അങ്ങനെ ഒരുപാട് ഡീറ്റെയിൽസ് ഉണ്ടാവും. അപ്പോൾ അവർ നമുക്ക് ഹെൽപ്പ് ചെയ്യാറുണ്ട്. വാട്ട് ഈസ് എ പൊട്ടൻഷ്യൽ ഡിസഡ്വാൻറ്റേജ് ഓഫ് എ ഹോസ്പിറ്റൽ ഫോർമുലറി ഫോർ ഫിസിഷ്യൻ? ഒരു ഫിസിഷ്യനെ സംബന്ധിച്ച് ഒരു ഹോസ്പിറ്റൽ ഫോർമുലറിയുടെ ഡിസഡ്വാൻറ്റേജ് എന്താണ്? സോ ബേസിക്കലി ഫ്രീഡം ഓഫ് പ്രിസ്ക്രൈബിങ് പ്രിഫേർഡ് ബ്രാൻഡാണ്. അതായത് ഇപ്പോൾ ഞാനൊരു ഡോക്ടർ ആണെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെടുന്ന ബ്രാൻഡ് കൊടുക്കാൻ പറ്റില്ല, കാര്യം ഹോസ്പിറ്റൽ ഫോർമുലറി ഉണ്ട്, എനിക്ക് അതുമായി ബന്ധപ്പെട്ടത് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നോക്കാം, ഇറ്റ് ഡിക്രീസ് ഡ്രഗ് കോസ്റ്റ് ആണോ? അല്ല. ഇറ്റ് പ്രൊവൈഡ് ടു മെനി ഡ്രഗ് ഓപ്ഷൻ ആണോ? ഒരുപാട് ഡ്രഗ് ഓപ്ഷൻസ് ഒന്നും ഇല്ല. ഇറ്റ് ഡിപ്രൈവ്സ് ഫിസിഷ്യൻ ഓഫ് ദ ഫ്രീഡം ടു പ്രിസ്ക്രൈബ് പ്രിഫേർഡ് ബ്രാൻഡ്. ഇറ്റ് ഇംപ്രൂവ് പേഷ്യന്റ് കെയർ. ഉത്തരം എന്താണ്? നമുക്ക് ഇഷ്ടപ്പെട്ട ബ്രാൻഡ് ഒന്നും കൊടുക്കാൻ പറ്റില്ല. എന്താണോ നമ്മുടെ ഡിസിഷൻ, ക്ലിനിക്കൽ ഡിസിഷൻ പോലും ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ഹോസ്പിറ്റൽ ഫോർമുലറി. അതിലുള്ള മാത്രമേ കൊടുക്കാനായിട്ട് പറ്റുള്ളൂ. വിച്ച് ഗൈഡ് ലൈൻ എൻഷുർ എ മൾട്ടി ഡിസിപ്ലിനറി അപ്രോച്ച് ടു മാനേജിങ് എ ഹോസ്പിറ്റൽ ഫോർമുലറി? എന്ത് ഗൈഡ് ലൈൻ ആണ് നമുക്ക് ഈ മൾട്ടി ഡിസിപ്ലിനറി അപ്രോച്ച് ഒരു ഹോസ്പിറ്റൽ മാനേജ് അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിൽ ഒരു ഫോർമുലറി ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് തരത്തിലുള്ള മൾട്ടി ഡിസിപ്ലിനറി അപ്രോച്ച് ആണ് നമ്മൾ ചെയ്യേണ്ടത് എന്നാണ്. ഫാർമസിസ്റ്റ് എക്സ്ക്ലൂസീവ്ലി മാനേജ് ദ ഫോർമുലറി എന്ന് പറയുന്നത് ഫാർമസിസ്റ്റ് എക്സ്ക്ലൂസീവ്ലി മാത്രം മാനേജ് ചെയ്യുക. എസ്റ്റാബ്ലിഷിംഗ് എ ഫാർമസി ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി, ഒരു ഫാർമസ്യൂട്ടിക്കൽ തെറാപ്യൂട്ടിക് കമ്മിറ്റി കൊണ്ടുവരിക. ഫാർമസ്യൂട്ടിക്കൽ കമ്പനീസ് ഓവർസീ ദ ഫോർമുലറി. ഫാർമസ്യൂട്ടിക്കൽ കമ്പനി ഡയറക്ട്ലി എന്ത് ചെയ്യുക, അവർ ഹോസ്പിറ്റൽ ഫോർമുലറി ഓവർസീ ചെയ്യുക. ഓൺലി ഫിസിഷ്യൻ മാനേജ് ദ ഫോർമുലറി, ഓൺലി ഡോക്ടേഴ്സ് മാത്രം എന്ത് ചെയ്യുക, ഫോർമുലറി മാനേജ് ചെയ്യുക. അങ്ങനെയല്ല. എന്ത് ചെയ്യുക, PTC ഒരു ഫാർമസ്യൂട്ടിക്കൽ തെറാപ്യൂട്ടിക് കമ്മിറ്റി കൊണ്ടുവരിക. എല്ലാ ആൾക്കാരെയും, മാനുഫാക്ചർ ആയിക്കോട്ടെ, ഫാർമസിസ്റ്റ് ആയിക്കോട്ടെ, നേഴ്സ് ആയിക്കോട്ടെ, ഫിസിഷ്യൻ ആയിക്കോട്ടെ, എല്ലാ പേരെയും കൊണ്ടുവന്നുകൊണ്ട് അവരുടെയൊക്കെ അഭിപ്രായവും നമ്മൾ മാനിച്ചുകൊണ്ട് നമ്മൾ കൊണ്ടുവരുന്ന രീതിയാണ് എന്ത്, PTC, ഫാർമസി ആൻഡ് തെറാപ്യൂട്ടിക്കൽ കമ്മിറ്റി എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് അത്യാവശ്യമാണ് എന്നുള്ളതാണ്. സോ വാട്ട് ഈസ് ദ പ്രൈമറി റെസ്പോൺസിബിലിറ്റി ഓഫ് ഓൾ ഫാർമസിസ്റ്റ് റിഗാർഡ്ലെസ് ഓഫ് ദെയർ പ്രാക്ടീസ് സെറ്റിംഗ് ഇൻ എ ടേം ഓഫ് ഡ്രഗ് ഇൻഫർമേഷൻ? ഒരു ഡ്രഗ് ഇൻഫർമേഷൻ പ്രാക്ടീസ് സെറ്റിംഗിൽ എങ്ങനെയായിരിക്കണം ഫാർമസിസ്റ്റിന്റെ റോൾ അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റി എന്നാണ്. മെഡിക്കേഷൻ ഡിസ്പെൻസ് ചെയ്യുക, പ്രൊവൈഡിങ് ക്ലിനിക്കൽ റിലവൻറ്റ് ഇൻഫർമേഷൻ ഓൺ ഡ്രഗ് യൂസിന്റെ ക്ലിനിക്കൽ ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുക, കണ്ടക്ടിങ് ഫാർമസ്യൂട്ടിക്കൽ റിസർച്ച് ആൻഡ് ഡെവലപ്പിംഗ് ന്യൂ ഡ്രഗ് ഫോർമുലേഷൻ. ബേസിക്കലി എന്താണ്, ക്ലിനിക്കലി റിലവൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസുകൾ ഡ്രഗുമായി ബന്ധപ്പെട്ട് കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് അല്ലേ. ഒരു പേഷ്യൻറ്റിനോ അല്ലെങ്കിൽ ഒരു പോപ്പുലേഷനോ അല്ലെങ്കിൽ ഈവൻ
ആരാണോ നമ്മുടെ സാമ്പിൾ അവർക്ക് നമ്മൾ ഇൻഫോർമേഷൻസ് പ്രൈമറിലി റെസ്പോൺസിബിൾ ആയിട്ട് ഫാർമസിസ്റ്റ് ആ ഒരു ഫാർമസി സെറ്റിംഗ്സ് നമ്മൾ കൊടുക്കുക എന്നുള്ളത് വളരെ നിർബന്ധമായ ഒരു കാര്യം തന്നെയാണ് എന്നുള്ളതാണ്. So what was the primary objective behind WHO establishing the Drug Information Center? ഒരു DIC കൊണ്ടുവരേണ്ടത് WHO-ക്ക് അതിന്റെ പിന്നിലെ ഒബ്ജക്റ്റീവ് എന്തായിരുന്നു? ടു പ്രൊമോട്ട് ദ സെയിൽ ഓഫ് ഫാർമസ്യൂട്ടിക്കൽ പ്രൊഡക്റ്റിന്റെ സെയിൽ കൊണ്ടുവരിക, ടു എൻഷുവർ ദ റേഷണൽ യൂസ് ഓഫ് ഡ്രഗിൽ കൊണ്ടുവരിക, ടു ഡെവലപ്പ് ന്യൂ ഡ്രഗ് ഫോർമുലേഷൻ, ടു റെഗുലേറ്റ് ഡ്രഗ് പ്രൈസ്. എന്താണ് ഡ്രഗിന്റെ റാഷണൽ യൂസ് കൊണ്ടുവരിക. അതായത് WHO എന്താ പറഞ്ഞത്? റാഷണൽ യൂസ് ഓഫ് ഡ്രഗ്, ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് ഒരു രീതിയിലും അല്ലെങ്കിൽ അൺബയേസ്ഡ് ആയിരിക്കണം. ഞാൻ ഇന്ന ബ്രാൻഡ് മാത്രമേ എഴുതുള്ളൂ, ഞാൻ ഇത് മാത്രമേ ചെയ്യത്തുള്ളൂ, അല്ലെങ്കിൽ ഇന്ന ഡ്രഗുകൾ എനിക്ക് അറിയുന്ന ഇത്രയും മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ, അങ്ങനെയൊന്നും അല്ല. അൺബയേസ്ഡ് ആയിരിക്കണം. അതായത് അവരൊരു രീതിയിലും ആരുമായി ബന്ധം വരരുത്, അല്ലെങ്കിൽ ആരുമായി ഇൻഫ്ലുവൻസ്ഡ് ആവരുത്, അല്ലെങ്കിൽ അവരുടെ സ്വന്തം സ്വാർത്ഥ താല്പര്യത്തിൽ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, ഡ്രഗ്സുകൾ പ്രൊമോട്ട് ചെയ്യാനൊന്നും പാടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? WHO പറഞ്ഞു ഡ്രഗ് ഇൻഫർമേഷൻ സെന്റർ ആവശ്യമാണ്. എന്തിനാണ്? റാഷണൽ യൂസ് ഓഫ് ഡ്രഗ്. എല്ലാ ഡ്രഗും ഉപയോഗിക്കാൻ പറ്റണം, എല്ലാ ഡ്രഗും എല്ലാവരുടെ കയ്യിലും എത്തണം, റാഷണലി എത്തണം. അതായത് ആവശ്യമുള്ള ആൾക്കാർക്ക് ആവശ്യമുള്ള രീതിയിൽ ആവശ്യമുള്ള സമയത്ത് ആവശ്യക്കാരന്റെ കയ്യിൽ എത്തണം എന്ന് WHO പറഞ്ഞു. അതിന് പ്രകാരമാണ് DIC. Okay, which of the following skill is not required for a pharmacist to run a drug information service center? So ഒരു സർവീസോ അല്ലെങ്കിൽ സെന്ററോ നടത്താൻ ഫാർമസിസ്റ്റിന് ആവശ്യമല്ലാത്ത സ്കിൽ ഏത്? So ability to edit information, knowledge of pharmaceutical sales strategy, good communication, knowledge of research method and source of information. എന്താ വേണ്ടത്? സെയിൽസ് സ്ട്രാറ്റജി അല്ലേ? ഒരു ഫാർമസിനെ സംബന്ധിച്ച് അവിടുത്തെ സെയിൽസ് സ്ട്രാറ്റജി അറിയേണ്ട ആവശ്യമുണ്ടോ? എങ്ങനെയാ ചെയ്യുന്നത്, ഏത് രീതിയിലാണ് ചെയ്യുന്നത്, അങ്ങനെയൊന്നും ആവശ്യമില്ല. അപ്പോൾ ഒരു ഡ്രഗ് ഇൻഫോർമേഷൻ ആണ്. അപ്പോൾ ഒരു ഡ്രഗുമായി ബന്ധപ്പെട്ട ഇൻഫോർമേഷൻസ് മാത്രം ഇവിടെ കൊടുത്താൽ മതി. അല്ലെങ്കിൽ ഒരു ഡ്രഗിന്റെ ഇൻഫോർമേഷൻസ് ഇപ്പൊ ഇവന്തോ ഒരാൾ വന്ന് ചോദിക്കുവാണ് ഇന്ന ഡ്രഗിനെ പറ്റി എന്താണ്, അല്ലെങ്കിൽ ഇന്ന ഡ്രഗിനെ പറ്റി എനിക്ക് അറിയണം എന്ന് പറയുവാണെങ്കിൽ അതെന്താണ് എന്നുള്ളതിനെ മാത്രം പറ്റി അറിഞ്ഞാൽ മതിയാകും. അല്ലാണ്ട് ഡ്രഗ് എങ്ങനെ വിൽക്കേണ്ടത്, ഡ്രഗ് എങ്ങനെ കൊടുക്കേണ്ടതെന്ന് പറ്റുമെന്ന് അറിയേണ്ട ആവശ്യമില്ല. സോ നമ്മൾ ഇത്രയും ടോപ്പിക്കിൽ പഠിച്ചത്, നമ്മൾ ഇത്രയും എന്തൊക്കെ പഠിച്ചു? ഹോസ്പിറ്റൽ ഫോർമുലറി പഠിച്ചു, PTC പഠിച്ചു, ആൻഡ് കമ്പ്യൂട്ടർ യൂസ് പഠിച്ചു. സോ PTCന്റെ കാര്യം ഞാൻ പറഞ്ഞു, എത്രയാണ് വർഷത്തിൽ 6 പ്രാവശ്യമെങ്കിലും മിനിമം നമ്മൾ കൂടണം എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു. അതിൽ കൂടുതൽ കൂടാം, കുഴപ്പമൊന്നുമില്ല. പക്ഷെ കൂടുവാണ് എന്നുണ്ടെങ്കിൽ അതനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം? അതിന് ആവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് നിർബന്ധമായും കൂടാന്നുള്ളതാണ്. സോ അതിനകത്ത് ആരൊക്കെ വേണം എന്ന് പറഞ്ഞു? ഫാർമസിസ്റ്റ് ആണ് സെക്രട്ടറി എന്ന് പറഞ്ഞു, ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഉണ്ട്. സോ പിന്നെ നമ്മൾ വേറെ എന്തൊക്കെ പറഞ്ഞത്? നമുക്ക് ഫിസീഷ്യൻ ഉണ്ട് എന്നുള്ളതാണ് പറഞ്ഞത് അല്ലെ. പിന്നെ ഒരു ചെയർമാൻ ഉണ്ട്. ചെയർമാൻ ആണ് ഹോസ്പിറ്റലിനകത്ത് എന്ത് ചെയ്യുന്നത്? നമ്മുടെ ഈ ADR ഒക്കെ വന്നു കഴിഞ്ഞാൽ റിപ്പോർട്ടിംഗ് കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നു പറഞ്ഞു. സോ നമ്മുടെ അജണ്ട പ്രിപ്പയർ ചെയ്യേണ്ടതാണ് ഫാർമസിസ്റ്റ് ആണ് അജണ്ട പ്രിപ്പയർ ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞു. അപ്പൊ അത്രയും കാര്യങ്ങളാണ് PTCക്കകത്ത് പറഞ്ഞത്. സോ എന്താ കാര്യങ്ങൾ PTCയിൽ വരണം? സോ PTCയിൽ ക്ലിനിക്കൽ പ്രൊസീജിയേഴ്സുകളായിട്ടുള്ള സർജറി പോലുള്ള കാര്യങ്ങളുടെ ഒന്നും ആവശ്യമില്ല. ഡ്രഗുമായി ബന്ധപ്പെട്ട അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻസുകൾ, അല്ലെങ്കിൽ ഡ്രഗ് ഇൻഫോർമേഷൻസുകൾ, അല്ലെങ്കിൽ ഹോസ്പിറ്റൽ ഫോർമുലറി ഇൻഫോർമേഷൻസുകൾ എന്തൊക്കെ ആയിരിക്കണം എന്നുള്ളതാണ് പറഞ്ഞത്. സോ ഈ പറഞ്ഞതിന്റെ കൂടെ ഹോസ്പിറ്റൽ ഫോർമുലറിയുടെ കാര്യം കൂടെ നമുക്കൊന്ന് പറയാം. സോ ഹോസ്പിറ്റൽ ഫോർമുലറി എന്ന് പറഞ്ഞു, എന്താണ് ഹോസ്പിറ്റൽ ഫോർമുലറി അല്ലെ? നമുക്കൊരു കൈൻഡ് ഓഫ് ഒരു ബുക്കാണല്ലേ, എന്തെല്ലാ ഇൻഫോർമേഷൻസ് ഡ്രഗ് ഇൻഫോർമേഷൻസ് ഉണ്ടാവും. അത് എൻ്റെ ഒരു ഏറ്റവും ഒരു ഡിസഡ്വാൻറ്റേജ് നമ്മൾ എന്തെങ്കിലും ഡോക്ടേഴ്സിന് ലിമിറ്റ് ചെയ്യും അല്ലെ, ഹോസ്പിറ്റൽ ഫോർമുലറായിട്ട് ലിമിറ്റ് ചെയ്യും എന്നുള്ളതാണ്. സോ ഇത് ഡ്രഗിന്റെ ഇൻഫോർമേഷൻസുകളും കാര്യങ്ങളും ഉണ്ടാവും. സോ ഏതെങ്കിലും സ്ലോ മൂവിങ് ഡ്രഗ്സ് ഉണ്ടെങ്കിൽ നമ്മൾ നിർബന്ധമായും റിവ്യൂ ചെയ്ത് അപ്ഡേറ്റ് ചെയ്ത് നമുക്ക് റിമൂവ് ചെയ്യാം എന്നുള്ളതാണ്. അത് മറന്നു പോകരുത്. സോ അതിന് നമുക്ക് PTC കൂടേണ്ടി വരും കേട്ടോ, അല്ലാണ്ട് നമുക്ക് വെറുതെ ഒന്നും ഇങ്ങനെ റിമൂവ് ചെയ്യാൻ പറ്റില്ല. പിന്നെ വേറെ എന്താ പറഞ്ഞത്? ഡ്രഗ് ഇൻഫർമേഷൻ സെന്ററിന്റെ കാര്യം പറഞ്ഞു. സോ ഡ്രഗ് ഇൻഫർമേഷൻ സെന്റർ ചിലർ ഫാർമസിസ്റ്റ് ആയിരിക്കും അവിടെ ഉണ്ടാവുക, അവർ പ്രോപ്പർ ആയിട്ടുള്ള ഇൻഫർമേഷൻ കൊടുക്കുന്നുണ്ട്. WHO DICനെ പറ്റി പറഞ്ഞ കാര്യമാണ്, റാഷണൽ യൂസ് ഓഫ് ഡ്രഗ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവരുന്ന ഒരു സാധനമാണ് എന്ത് DIC എന്ന് പറഞ്ഞു. സോ DICന്റെ ലൊക്കേഷനെ പറ്റി നമ്മളൊന്നും അങ്ങനെ സജസ്റ്റ് ചെയ്യുന്നില്ല. സോ ഏതൊരു പോയിന്റിലും ഏതൊരു പിൻ പോയിന്റിലും ഇൻഫർമേഷൻ കിട്ടണം എന്നുള്ളതാണ്. സോ ഡ്രഗ് ഇൻഫർമേഷൻ പറഞ്ഞപ്പം എനിക്കൊരു പോയിന്റും കൂടെ ആഡ് ഓൺ ചെയ്യാനുണ്ട്. സോ ഇൻഫർമേഷൻ ഈസ് ക്ലാസിഫൈഡ്, അല്ലെങ്കിൽ സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ ക്ലാസിഫൈഡ് 3 ആയിട്ടാണ്. പ്രൈമറി ഇൻഫർമേഷൻ, സെക്കൻഡറി ഇൻഫർമേഷൻ ആൻഡ് ടെറിഷറി ആണ്. സോ ജസ്റ്റ് ഞാൻ പറഞ്ഞു തരാം. പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടെറിഷറി. സോ പ്രൈമറി എന്ന് പറയുന്നത്, ഇപ്പോൾ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നു, ഇപ്പൊ നമ്മൾ ക്രിക്കറ്റ് കണ്ടുകൊണ്ടിരിക്കുകയാണ്, സച്ചിൻ ഇങ്ങനെ ബാറ്റ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്,
അങ്ങനെ അത് എന്തിട്ടു വൈഡ് വന്നു എന്നോ അല്ലെങ്കിൽ അയാൾ തോറ്റുപോയിന്നോ ഞാൻ ഉടനെ നിങ്ങളുടെ അടുത്ത് പറയുവാണ്. അതാണ് പ്രൈമറി ഇൻഫർമേഷൻ. അതായത് നമ്മൾ എന്താണോ കാണുന്ന കാര്യം അതുപോലെ തന്നെ നമ്മൾ എഴുതും. അവിടെ വേറെ എഡിഷൻ ഒന്നുമില്ല. തെറ്റാണ് തെറ്റ്, ശരിയാണ് ശരി, അതെന്താണോ ഉള്ളത് അതുപോലെ തന്നെ. സെക്കൻഡറി ഇൻഫർമേഷൻ വെച്ചാൽ എപ്പോഴും പ്രൈമറി ഇൻഫോർമേഷന് എഡിറ്റഡ് വേർഷൻ ആയിരിക്കും. എഡിറ്റഡ് വേർഷൻ അതിൽ കുറച്ച് കുറച്ച് എഡിറ്റ് ചെയ്ത് ആവശ്യമുള്ള കാര്യങ്ങൾ കുത്തിയൊക്കെ കയറ്റി ജസ്റ്റ് ഒക്കെ ഒന്ന് ആക്കിയാണ് സെറ്റാക്കി. അതാണ് സെക്കൻഡറി ഇൻഫർമേഷൻ. ടെറിഷറി ഇൻഫർമേഷൻ അങ്ങനെയല്ല. അതായത് അതെല്ലാം നമുക്ക് സിംഗിൾ ടച്ചിൽ, ഇപ്പോൾ എക്സാമ്പിൾ ഗൂഗിൾ, വിക്കിപീഡിയ പോലുള്ള സിംഗിൾ ടച്ചിൽ നമുക്ക് ഇൻഫർമേഷൻസ് പോയിന്റ് ഔട്ട് ചെയ്യും. ഇവിടെ മിക്കവാറും സെർച്ച് എഞ്ചിൻസ് ആയിരിക്കും കേട്ടോ. സോ അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. സോ ഇതൊക്കെ നിങ്ങൾ ജസ്റ്റ് നോക്കി വെക്കുക. നമ്മുടെ നോട്ടിൽ ഓൾറെഡി അവൈലബിൾ ആണ്. സോ അതുകൊണ്ട് നോക്കി വെക്കുക. ഇത് ജസ്റ്റ് മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതിയായിരിക്കും. പിന്നെ കമ്പ്യൂട്ടറിന്റെ ഉപയോഗമാണ്. സോ കമ്പ്യൂട്ടർ എത്രത്തോളം നമ്മളെ യൂസ് ആക്കുന്നുണ്ട്, അല്ലെങ്കിൽ നമുക്ക് എത്രത്തോളം നമുക്ക് ഉപയോഗം വരുന്നുണ്ടെന്ന് എല്ലാവർക്കും അറിയാം. സോ കമ്പ്യൂട്ടർ ഒരുപാട് തരത്തിൽ, ഇപ്പോൾ എക്സാമ്പിൾ ഹോസ്പിറ്റലിൽ ഡ്രഗ് ഇൻഫർമേഷൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമുക്ക് പേഷ്യന്റിന്റെ ഹാൻഡ്ലിംഗ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ പേഷ്യന്റിന്റെ ഇൻഫർമേഷൻസ് സ്റ്റോറേജ് ആൻഡ് റിട്രൈവലിനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. മറന്നു പോകുന്ന ആ ഒരു വാക്കാണ് സ്റ്റോറേജ്, ഡേറ്റ സ്റ്റോറേജ് ആൻഡ് റിട്രൈവൽ. ആ ഒരു വാക്ക് നിങ്ങൾ മറന്നു പോകരുത്. ആ ഒരു വാക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. സോ അതിൽ നമ്മളെ കമ്പ്യൂട്ടർ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് ഇൻകോർപ്പറേറ്റഡ് വിത്ത് ഡ്രഗ് ഇൻഫർമേഷൻ സെന്റർ. ഡ്രഗ് ഇൻഫർമേഷൻ സെന്ററും എന്തിനുണ്ട്, കമ്പ്യൂട്ടറുമായിട്ട് നമുക്ക് ഇൻകോർപ്പറേറ്റഡ് ആണ്. അതുകൊണ്ടാണ് നമുക്ക് ഇൻഫോർമേഷൻസ് നമുക്ക് എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു 4 ചാപ്റ്ററോളം നമ്മൾ ഈ ഒരു ഒറ്റ പാർട്ട് ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മൾ കംപ്ലീറ്റ്ലി പഠിച്ചു. ഇത്രയേ ഉള്ളൂ. ഭയങ്കര സിമ്പിൾ ആണ് കേട്ടോ, അധികം ഒന്നുമില്ല. എനിക്ക് തോന്നുന്നു ഈ ക്വസ്റ്റ്യൻസ് മാത്രം ഡീൽ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടും. നമുക്കറിയാം അത്രയേ ഉള്ളൂ എക്സാംസുകൾ. നമുക്ക് ഇനി ചെയ്യേണ്ടത് ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്ത് പഠിക്കുക എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് ഇല്ല. ക്വസ്റ്റ്യൻസ് നന്നായിട്ട് വർക്ക്ഔട്ട് ചെയ്യുക. നിങ്ങൾക്ക് കിട്ടുന്ന ക്വസ്റ്റ്യൻസിൽ നിങ്ങൾക്ക് സംശയം തോന്നുവാണെങ്കിൽ അപ്പം തന്നെ സംശയം തീർത്തു പോവുക. അല്ലാണ്ട് ഞാൻ പിന്നെ നോക്കിക്കോളാം, എവിടെയെങ്കിലും നോട്ട് ചെയ്ത് വെക്കാം, എഴുതി വെക്കാം എന്നൊരു കൺസെപ്റ്റും കാര്യങ്ങളും ഉണ്ടാവരുത്. ഇപ്പം നിങ്ങൾക്ക് ആവശ്യമുണ്ടോ ചെയ്യുക, ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക, അതിനെ പറ്റിയിട്ട് റെക്ടിഫൈ ചെയ്ത് അപ്പം തന്നെ റിസോൾവ് ചെയ്യാൻ ശ്രമിക്കുക. ഒരു കാരണവശാലും നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, അതിന് വിട്ടുകളയരുത്. ഓരോ ഓപ്ഷൻസ് നോക്കുക. ഓരോ ഓപ്ഷൻസ് എടുക്കുമ്പോഴും എന്തുകൊണ്ട് അങ്ങനെ വന്നു, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇത് ഉത്തരം മാറ്റി കിട്ടുന്നു. എലിമിനേഷൻ ടെക്നിക്ക് യൂസ് ചെയ്യുക. 2 നമുക്ക് പാടെ ഒഴിവാക്കാൻ പറ്റും. ബാക്കി വരുന്ന 2 നമുക്ക് കൺഫ്യൂസിങ് വരിക. സോ എലിമിനേഷൻ ടെക്നിക്ക് ഉപയോഗിച്ചുകൊണ്ട് മാക്സിമൈസ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻസ് പ്രോപ്പറായിട്ട് തീർക്കാനായിട്ട് ശ്രമിക്കുക. സോ നമ്മൾ ഏകദേശം ഒരു 4 ചാപ്റ്ററോളം തീർത്തിട്ടുണ്ട്. ഈ 4 ചാപ്റ്ററും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാര്യം ഹോസ്പിറ്റൽ ഫോമിൽ നിന്ന് മിക്കവാറും ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം. ആൻഡ് ഡ്രഗ് ഇൻഫർമേഷൻ എന്നൊരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. കാര്യം ഇതൊക്കെ നമുക്ക് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ആണ്. ഇവിടെ നിന്നൊക്കെ എങ്ങനെയാണെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കാം. മിക്കവാറും ആൾക്കാർ തെറ്റിക്കുക. ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ ADR റിപ്പോർട്ടിംഗ് ആരെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് ഉടനെ നമ്മൾ ഫാർമസിസ്റ്റ് എന്ന് പറയുക. അപ്പം അങ്ങനെ കൺഫ്യൂസിങ് ആകും. നമ്മൾ പഠിച്ചിട്ട് പോകും, പക്ഷെ അവിടെ ചെന്ന് നമ്മൾ എക്സാം എഴുതുമ്പോൾ നമുക്ക് ഡൗട്ട് വരും. അയ്യോ ഇതിങ്ങനെ ആയിരുന്നു, അങ്ങനെ ആയിരുന്നു. അപ്പോൾ ശ്രദ്ധിക്കുക, ADR ചെയർമാൻ അല്ലെങ്കിൽ സെക്രട്ടറി ആണ് ഫാർമസിസ്റ്റ്, അവരാണ് അജണ്ട ഉണ്ടാക്കുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് പോവുക. എന്തെങ്കിലും മിസ്റ്റേക്കുകളും കാര്യങ്ങളും വരുത്താതിരിക്കുക. ഓരോ ഓപ്ഷൻസ് നന്നായിട്ട് വായിക്കുക. സോ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. എൻ്റെ പാർട്ട് 2 ഉണ്ട്. അതോടെ മാത്രമേ നമുക്ക് ഹോസ്പിറ്റൽ ഫാർമസിൻ്റെ MCQ തീരത്തുള്ളൂ. നെക്സ്റ്റ് കാണാം. ബൈ.